ഹായ് സുഹൃത്തേ, നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം. ഇന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കാം. കൂടെ ഒരു അഫർമേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ താങ്കൾ ഇന്ന് ആരാ നോക്കാം. താങ്കൾ ഇന്ന് ആരാണ്? താങ്കൾ ഇന്ന് 4 of Wands. 4 of Wands എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ താങ്കൾക്ക് നടന്നിട്ടുണ്ട്. താങ്കൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു ചെറിയ കാര്യം ഒരുപക്ഷെ താങ്കളുടെ പേഴ്സണെ കണ്ടുമുട്ടിയതോ അതല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിച്ചാലോ ഒരു ചെറിയൊരു ആക്ഷൻ ആ ഭാഗത്തു നിന്ന് വന്നതോ എന്തെങ്കിലും ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒരു ചെറിയൊരു സന്തോഷത്തിലാണ് താങ്കൾ. ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ നടന്നതായിട്ട് ഒന്ന് ചെറിയ ആഗ്രഹിച്ചല്ലോ സാമ്പത്തിക സ്ഥലം കിട്ടി കാണുമായിരിക്കും. അതല്ലെങ്കിൽ എന്തൊരു സന്തോഷം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്കളുടെ പേഴ്സൺ ഇന്നിപ്പോൾ ആരാണ് നമുക്ക് നോക്കാം. താങ്കളുടെ പേഴ്സൺ ആരാണ്? അദ്ദേഹത്തിൻ്റെ എനർജി, ആ വ്യക്തിയുടെ എനർജി എന്താണ്? താങ്കളുടെ പേഴ്സൺ ആരാണ്? താങ്കളുടെ പേഴ്സൺ ജസ്റ്റിസ് ആണ്. അതായത് ഉറച്ചു തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സ് കല്ലുപോലെ ഉറച്ചിട്ട് വിധിക്കാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് താങ്കളുടെ പേഴ്സൺ. ഇപ്പോഴും ഒരു മനസ്സിൽ കല്ലിപ്പ് തന്നെയാണ്. അങ്ങനെ വിധിക്കാൻ വേണ്ടിയിട്ട് ത്രാസുമായിട്ടിരിക്കുന്ന വ്യക്തിയായിട്ട് തന്നെ കാണുന്നത്. എന്നാൽ ഒരല്പമൊക്കെ വ്യത്യാസം ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്താണ് താങ്കളുടെ പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ്. ഇതൊരു നെഗറ്റീവ് കാർഡാണ്. അതുപോലെ തന്നെ ഇതൊരു മേജർ അർക്കാന കാർഡാണ്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ചോദിച്ചത് താങ്കളുടെ പേഴ്സണൽ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോൾ ഈ കാർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ പേഴ്സൺ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും തീർച്ചയായിട്ടും താഴത്തേക്ക് വരിക എന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ വലിയ കുറച്ച് താങ്കളെ ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ജസ്റ്റിസാണ് കിട്ടിയിരിക്കുന്നത്. കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ താങ്കളെ വിധിക്കാനിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് താങ്കളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളതെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് താങ്കളുടെ പേഴ്സൺ തീർച്ചയായിട്ടും താഴത്തേക്ക് വരിക, താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ താങ്കളിലേക്ക് വരിക, പഴയൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടി പഴയതുപോലെ ആകുക, ആ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും താഴത്തേക്ക് വരിക എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്നെന്താണ് ആഗ്രഹിക്കുന്നത്? താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. കാർഡ് ചാടിപ്പോകുന്നു. താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ദ ഫൂളാണ്. താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഫൂൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് മറന്നിട്ട് തീർച്ചയായിട്ടും വരിക എന്നാണ് താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പഴയ കാര്യം മറക്കുക, അതേപോലെ പഴയതെല്ലാം മറന്നിട്ട് സന്തോഷത്തോടു കൂടി എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പോഴുള്ള സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നാണ് താങ്കളുടെ പേഴ്സൺ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ കാണാവുന്നതാണ്, സൂര്യന് ഉദിച്ചിരിക്കുന്നു. എല്ലാം അതായത് പഴയ കാര്യങ്ങളെല്ലാം, പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു ചെറിയ പാണ്ടക്കെട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയെ കാണുന്നത്. മുന്നിലുള്ള ഗർത്തം പോലും നോക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇന്നസെൻ്റിൻ്റെ വ്യക്തിയാണ്. കൂളെന്ന് പറഞ്ഞാൽ ഒരു ഇന്നസെൻ്റിൻ്റെ വ്യക്തിയാണ്. ഇതേപോലെ വരാനാണ് താങ്കളുടെ പേഴ്സൺ താങ്കളെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി, രണ്ടുപേരുടെ ഇടയിൽ ഇപ്പോൾ എന്താ എനർജിയാണെന്നറിയണ്ടേ? എന്താ ഇത് കാർഡ് ചാടിപ്പോകുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ്. ക്യൂനോസോഡ വന്ന കാർഡ് തന്നെ അപ്പോൾ എടുക്കും നമുക്ക്. ക്യൂനോസോഡ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പവറായിട്ട് തന്നെ ഇരിക്കുകയാണ്. രണ്ടുപേരും താഴത്തേക്ക് പോവില്ല, രണ്ടുപേരും സമസമം അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടുപേർക്കും ഒരേ പൊസിഷനിൽ രണ്ടുപേരും ഒരേപോലെ അടിയുറച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറില്ല. ആ ഒരു എനർജി നിങ്ങളുടെ ഇടയിലുള്ളത്. അപ്പോൾ യൂണിവേഴ്സിൽ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ നമുക്ക് നോക്കാം. ഇങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. യൂണിവേഴ്സ് പറയുന്നത് ഡെവിളാണ്. ഡെവിൾ എന്ന് പറഞ്ഞാൽ ചൂസ്. നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, പരസ്പരം കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതെന്നെല്ലാം മാറിയിട്ട് നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ പിശാച് ബാധിച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും വളരെയധികം നെഗറ്റീവായ കാര്യങ്ങളാണ് മൊത്തമായിട്ട് ബാധിച്ചിരിക്കുന്നത് രണ്ടുപേർക്കും. അപ്പോൾ ഇതിൽ നിന്നും തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈഗോ
നിങ്ങളുടെ അകത്തുള്ള പരസ്പരമുള്ള വിദ്വേഷം, അഹങ്കാരം ഇതെല്ലാം കളയുക. ഇതെല്ലാം കളഞ്ഞിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അധിക കാലമൊന്നുമില്ല. ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് അധിക കാലമൊന്നുമില്ല. പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് അധികം ആയുസ്സും ഇല്ല. അപ്പോൾ ഇങ്ങനെ വാശിയും വരയൊക്കെ എടുത്ത് പോയാലേ എന്തായി തരാനാണ്. അപ്പോൾ പരസ്പരം ക്ഷമിക്കുക, സഹകരിക്കുക. പരസ്പരം ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളുടെ വെറുപ്പോ വിദ്വേഷമൊക്കെ വലിയ വലിയ വീർത്തിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ചിരിക്കുമ്പോൾ തന്നെ ആ പകുതി അവിടെ തീരും. പിന്നെ ഒരു ക്ഷമ ചോദിച്ചാൽ തീർന്നില്ല പരിപാടി. അപ്പോൾ അതോടൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ടും ആ വ്യക്തി അതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആണോ ഇതിൻ്റെ കാര്യമില്ലെന്ന്. നമുക്ക് ചിലപ്പോൾ അത് താഴ്ന്നു കൊടുക്കാം. പിന്നെ നിങ്ങൾ താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴേണ്ട കാര്യമില്ല, ഇനി താഴേണ്ട കാര്യമില്ല, അവരിങ്ങോട്ട് വരട്ടെ. അതല്ല നിങ്ങളും ഈഗോ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല, പരസ്പരം ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ക്ഷമിക്കുക, കുറച്ച് താഴ്ന്നു കൊടുക്കുക. അങ്ങനെയൊക്കെ പോയാലേ നമുക്ക് നന്മ വരത്തുള്ളൂ, നമ്മൾക്ക് ഈശ്വരനും വരത്തുള്ളൂ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഈഗോ തൽക്കാലം കളയുക, നിങ്ങളുടെ വാശിയും വൈരാഗ്യവും കളയുക, എല്ലാം സറണ്ടർ ചെയ്യുക. നമ്മൾ സറണ്ടർ ചെയ്തിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുമ്പോഴാണ് പ്രപഞ്ചം നമ്മുടെ കൂടെ വരുന്നത്. അതേപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. നമ്മുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമില്ലാതെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ വിശ്വസിച്ച് എൻ്റെ പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി എപ്പോഴും പ്രപഞ്ചം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം സറണ്ടർ ചെയ്ത് നടന്നാൽ തീർച്ചയായിട്ടും വേണ്ട സമയത്ത് എന്തെന്നാണോ വേണ്ടത് അത് പ്രപഞ്ചം കൂടെ തരും. പിന്നെ നമ്മൾ ലൈഫിൽ ഒറ്റപ്പെടുക, ദുഃഖിക്കുക, വേർപെടുക, എന്നുള്ള മരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുക, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട പാഠങ്ങളാണ്. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലായ്പ്പോഴും ഒരേപോലെ ഓരോ സാഹചര്യം ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരന് ഒരു ഹീലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അഫർമേഷൻ നോക്കാം. എന്ത് അഫർമേഷനാണ് എന്ന് നോക്കാം. ഇതാണ് റെഡ് കൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ റെഡ് കൈറ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഫ്ലൈറ്റ് ആൻഡ് റെക്കഗ്നൈസ് ദ ബിഗ്ഗർ പിക്ചർ എന്നാണ്. ഇത് നമ്മുടെ ആൻസിസ്റ്ററിൻ്റെ, അതായത് പിതൃക്കന്മാരുടെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ പിതൃക്കന്മാരാണ് നിങ്ങൾക്ക് വഴികാട്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പിതൃക്കന്മാരെ ഓർക്കുക. ആ പിതൃക്കന്മാർ നിങ്ങളെ വഴികാട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പിതൃക്കന്മാരെ നിങ്ങൾ ഓർക്കാറില്ല എങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ അമ്പലങ്ങൾ വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത് കൂട്ടനമസ്കാരം ചെയ്യത്തില്ല, അതുപോലൊക്കെ ചെയ്യുക. പിതൃക്കന്മാരെ നിങ്ങളൊന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ പിതൃക്കന്മാരുടെ കാൽപ്പാദത്തിൽ നിങ്ങളെ ഒന്ന് തൊട്ട് വീഴുക. എന്നിട്ട് അവരോട് വഴി കാണിക്കാൻ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അഫർമേഷൻസ് ഒന്ന് നോക്കട്ടെ. 88 അഫർമേഷൻസ് ഇതാണ്. ഐ റൈസ് എബവ് മൈസെൽഫ്. ഓക്കെ, ഞാൻ തനിയെ ഉയരുന്നതാണ്. ഐ റൈസ് മൈസെൽഫ് കണക്റ്റിംഗ് വിത്ത് ദ സ്പിരിച്വൽ റിലേം വൈൽ റിമൈനിങ് ഫാമിലി ഗ്രൗണ്ടഡ് ഓൺ എർത്ത്. അപ്പോൾ ആത്മീയമായ വഴിയിലൂടെ ഞാൻ തീർച്ചയായിട്ടും കണക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉയരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മീയമായിട്ട് കണക്റ്റായിട്ട് നിങ്ങൾ നന്നായിട്ട് ഞാൻ തന്നെ ഉയരുന്നതാണ്. അപ്പോൾ അതാണ് ഒരു മീനിങ്. അതായത് ഇവിടെ വരുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് താഴ്ന്നു നിൽക്കുക. നിങ്ങൾ അഹങ്കാരമെല്ലാം കളഞ്ഞ് കീഴ്പോട്ട് വരിക. നിങ്ങളുടെ പിതൃക്കന്മാരെയൊക്കെ ഒന്ന് ഓർക്കുക. അവരെപ്പോഴും മൈൻഡിൽ ഒന്ന് ഒന്ന് കാണുക. എപ്പോൾ പോയാലും എവിടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ പിതൃക്കന്മാരെ ഒന്ന് മനസ്സിലൊന്ന് വന്നിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. എന്ത് കാര്യത്തിനും അവരോട് ഗൈഡൻസ് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പിതൃക്കന്മാരുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതായാലും നിങ്ങളുടെ ഹീലിംഗ് ഒക്കെ അടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.